ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താറിന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെമ്മീൻ ബോൾസാണ്. ചെമ്മീൻ കൊണ്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചെമ്മീൻ ബോൾസ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതിൽ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൽ ഞാൻ 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് കറി ലീവ്സും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അത് അവിടെ കുഴച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ബോൾസിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. പാന് ചൂടാതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും കുറച്ച് കറി ലീവ്സും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇതൊന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കണം. നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ്. ഇത് ചേർത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയിട്ടെടുക്കുക. അപ്പോൾ നല്ല വഴന്ന് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. തക്കാളി വേഗം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 30 സെക്കൻഡ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചെമ്മീനൊന്ന് ചേർത്തിട്ട് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെമ്മീനിലും ഉള്ളിയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തതാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നല്ലോണം മസാലയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണ്ട. ഇതൊന്ന് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനൊക്കെ വെള്ളം ഇറങ്ങി വന്ന് 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ തന്നെ ചെമ്മീനിലൊക്കെ വെള്ളം വറ്റി നല്ല പാകമായിട്ട് കിട്ടും. ഫസ്റ്റ് തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് ചെമ്മീൻ വേവിക്കുന്ന സമയത്താണെങ്കിൽ കുറേ വെള്ളം ചെമ്മീൻ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ചെമ്മീൻ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും, വെള്ളമൊക്കെ ഒന്ന് വറ്റി പാകമായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കോക്കനട്ട് ചേർത്തിട്ട് ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ചെമ്മീൻ മസാല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. കോക്കനട്ട് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് കറി ലീവ്സും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ബോൾസിന് വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു പാനിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡർ, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കണം. ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. ഇതൊരു കപ്പ് 250 ml ഉണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പൊടിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ വറുത്ത പൊടിയാണ് എടുത്തത്. അപ്പോൾ അതിന് 2 കപ്പ് വെള്ളം വേണം. അപ്പോൾ പത്തിരിപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടി ചേർക്കുന്ന സമയത്ത് പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം നല്ലോണം മിക്സ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ വെള്ളം ഉണ്ടാവണം. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടി പോയതാണെങ്കിൽ കുറച്ച് പൊടി ഇട്ടെടുത്താലും മതി. അപ്പോൾ പൊടി നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല ചൂടുണ്ടാവട്ടെ, അധികം ചൂട് മാറുന്ന മുന്നേ തന്നെ നമുക്ക് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ വെള്ളത്തിൽ കൈ തൊട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം പാകത്തിൻ്റെ എടുത്താൽ ഇതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ മാവ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെക്കുക. ഇനി ചെമ്മീൻ ബോൾസ് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കോക്കനട്ട് ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയിലോട്ട് 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൗഡറും കുറച്ച് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ബോൾസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആവശ്യത്തിന് മാവ് എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് നല്ലോണം കുഴച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം.
അപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ബോൾസ് ആവിയിൽ വേവിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ലോണം സോഫ്റ്റാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് നൈസായിട്ട് പരത്തിയിട്ടെടുക്കണം. അധികം തിക്കാവരുത്, അധികം തിന്നാവരുത്. അധികം തിന്നായാലും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അധികം തിക്കായാലും നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് വെച്ചെടുക്കാം. ഫില്ലിങ് വെക്കുന്ന സമയത്ത് പറ്റ കുറഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോൾസ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ ഫില്ലിങ് വെച്ചെടുക്കുക. അപ്പോൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അടിഭാഗം കുറച്ചധികം മാവ് വരാണെങ്കിൽ അതൊന്ന് നുള്ളിയിട്ടെടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് എണ്ണ കയ്യിൽ തടവിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയിട്ടെടുത്താൽ നമുക്ക് കറക്റ്റ് ബോളാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ബോളാക്കി എടുക്കുന്ന സമയത്ത് മാവ് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് മാവ് സോഫ്റ്റാക്കി എടുത്തിട്ട് വേണം ബോളാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബോൾസ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കോക്കനട്ടിൻ്റെ മിക്സിയിലൊന്ന് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കയ്യിലൊന്ന് നല്ല ഉരുട്ടിയിട്ട് അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു ബാച്ച് ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ബാച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റീമറിലോട്ട് വെച്ചിട്ടുണ്ട്. വെക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ തടവിട്ട് ബോൾസ് ഇതിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് പുറത്തോട്ട് മാറ്റി വെക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ബോൾസൊക്കെ അതിൽ നിന്ന് മാറ്റിയിട്ട് അടുത്ത ബാച്ച് ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവി കയറ്റിയിട്ടെടുക്കാം. അപ്പോൾ വെന്തുകണമെന്ന് സ്ക്യൂവർ കൊണ്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ 20 ബോൾസൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.